കാർ ഗേറ്റ് കടന്ന് വീടിൻ്റെ ഉമ്മറത്തെത്തിയതും ഗായത്രിയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അരികിൽ ഇരിക്കുന്ന അർജുനെ നോക്കി. അവൻ്റെ മുഖത്തും ഒരു പരിഭ്രമം ഉള്ളതുപോലെ തോന്നി. കാറിൽ നിന്നും അർജുൻ മാത്രം ഇറങ്ങി. ജോണും സുധയും വിനുവും ഗായത്രിയും എല്ലാം കാറിൽ തന്നെ ഇരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന വാസുകി അർജുനെ കണ്ടതും ഓടി വന്നു. കെട്ടിപ്പിടിച്ചു. "നീ എവിടെയായിരുന്നു? എന്ത് കോലമാണെടാ ഇത്?" വാസുകി അവരുടെ സങ്കടവും പരിഭവങ്ങളും അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അർജുൻ എല്ലാം കേട്ട് നിന്നു. കാറിൽ നിന്നും ഇതെല്ലാം കണ്ടു ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. "എവിടെയായിരുന്നു നീ? എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയുമോ? ഞാനും അച്ഛനും ആകെ തളർന്നു പോയി. മോളും നീയില്ലാതെ." "അല്ല, മോളെ കണ്ടുപിടിച്ചോ? എൻ്റെ ഗായത്രി മോളെ എവിടെ?" വാസുകി ചുറ്റും നോക്കി. അർജുൻ കാറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയതും വാസുകി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു മുൻസീറ്റിൽ ഇരിക്കുന്ന ഗായത്രിയെ. അവർക്ക് വിശ്വാസം വരാതെ പിന്നെയും നോക്കി. ഗായത്രി വേഗം ഡോർ തുറന്ന് വാസുകിയുടെ അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വാസുകയും കരഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വാസു കരഞ്ഞു. "എന്തിനാ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയത്? ഇവൻ എന്തെങ്കിലും ചെയ്താൽ ഈ അമ്മ ഉണ്ടായിരുന്നല്ലോ നിനക്ക്." രണ്ടുപേരും കരഞ്ഞുകൊണ്ട് സങ്കടം ഒഴുക്കിക്കളഞ്ഞു. അർജുൻ അകത്തേക്ക് നോക്കി നിന്നു. ഗായത്രി വാസുകിൽ നിന്നും വേർപെട്ടു. അപ്പോഴാണ് വിശ്വൻ അങ്ങോട്ട് വന്നത്. ഗായത്രിക്ക് അവരൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. വിശ്വൻ വിശ്വാസം വരാതെ അർജുൻ്റെ അടുത്ത് വന്നു. "നീ ഞങ്ങളൊന്നും മറന്നിട്ടില്ല അല്ലേ അച്ഛാ?" "ഒന്നും പറയണ്ട, എനിക്ക് നിന്നോടൊന്നും പറയാൻ ഇല്ല." വിശ്വൻ ഗായത്രിയുടെ അടുത്ത് വന്നു. അവിടെ നെറുകിൽ തലോടി. ഗായത്രി പൊട്ടിക്കരഞ്ഞു പോയി. "എൻ്റെ മോൾക്ക് ഞങ്ങൾ ഒന്നും ആരും അല്ലെന്ന് തോന്നിയോ? ഒരിക്കൽ പോലും ഞങ്ങളെ കാണാൻ തോന്നിയില്ലേ? ഞങ്ങളെക്കാൾ നിനക്ക് പ്രിയപ്പെട്ട അവളെ പോലും മറന്നു." "ഇല്ല അച്ഛാ, നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി എൻ്റെ മോളെ ആരും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. വാ മോളെ." വാസുകി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗായത്രിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു. അർജുൻ എല്ലാം നോക്കി. ഒന്നും മിണ്ടാതെ പുറകിൽ നിന്നു. "അമ്മേ, ഞങ്ങളും കൂടി ഉണ്ടേ." പുറകിൽ നിന്നു വീണു പറഞ്ഞത് കേട്ട് വാസുകി നിന്ന് തിരിഞ്ഞു നോക്കി. "നിങ്ങളൊക്കെ വേണമെങ്കിൽ വന്നാൽ മതി. എനിക്ക് എൻ്റെ മോളെ മാത്രം മതി. അപ്പം മോനെ വേണ്ടേ? അവനും കുറെ കഴിഞ്ഞു അല്ലേ ഇങ്ങോട്ട് വന്നത്. അവൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്നൊരു സമാധാനമുണ്ടായിരുന്നു. എൻ്റെ മോൾ എവിടെയാണെന്ന് പോലും അറിയാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അകത്തേക്ക് വാ." വാസുകി ഗായത്രിയെ കൂട്ടി അകത്ത് കയറി. അവളുടെ മനസ്സിലൂടെ പഴയ ഓർമ്മകൾ ഓടിക്കൊണ്ടിരുന്നു. മാളുവിനെ കാണാൻ ഹൃദയം തുടിച്ചു. അവളുടെ കണ്ണുകൾ എല്ലാം മാളുവിന് വേണ്ടി പരതി. പക്ഷെ എവിടെയും അവളെ കണ്ടില്ല. "അമ്മേ, മാളു." നീ പോയ പിന്നെ അവൾ അധികം ഒന്നും സംസാരിക്കില്ല. എപ്പോഴും മുറിയിൽ തന്നെ. കോളേജിൽ പോകൂ, പിന്നെ ആ മുറിയിൽ തന്നെ. നീ പോയി കണ്ടുവാ. അവൾ എങ്ങനെ പെരുമാറും എന്നൊന്നും അറിയില്ല." വാസുകി പറഞ്ഞത് കേട്ട് അവൾ ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. മാളുവിൻ്റെ പ്രതികരണം എങ്ങനെയാവും എന്നൊരു പേടി ഗായത്രിക്കുണ്ടായിരുന്നു. തുടിക്കുന്ന ഹൃദയത്തോടെ ഗായത്രി മുദ്രയുടെ വാതിൽ മുട്ടി. "അജു, അപ്പോൾ ഓക്കെ ആയില്ലേ? ഇനി ഞങ്ങൾ വിട്ടോട്ടെ?" സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു അർജുനും ജോണും സുധിയും വിനുവും യേശുനും കൂടി വാസുകിയുടെ കൂടെ അകത്തായിരുന്നു. "നാളെ പോയാൽ പോരെ?" "എന്നാ നാളെ വിടാം. പിന്നെ നീ ജോലി ഇങ്ങോട്ട് മാറ്റുവല്ലേ? ഇനി അവിടെ നിൽക്കുന്നില്ലല്ലോ?" "ഇല്ല, ഞാൻ ചെന്നൈയിൽ ജോലി ബാംഗ്ലൂർ ഓഫീസിൽ മെയിൽ അയച്ചിട്ടുണ്ട്." "അപ്പോൾ ഗായത്രി, നീ ഒറ്റക്കവിടെ?" "ഞാൻ ഒറ്റക്കല്ല, അവളും വരും എൻ്റെ കൂടെ." "ഇനി അർജുൻ ഒറ്റക്കാവില്ല." "പക്ഷെ അവൾ വരില്ല. പിന്നെ കൊണ്ടുപോകാൻ അമ്മയും അച്ഛനും ഒന്നും സമ്മതിക്കില്ല. അവളെ ഇവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിടത്ത് ഞാൻ എത്തിക്കും." "ഡാ ജോണേ, ഇവൻ ഇത് കുളമാക്കും." എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കാതെ ഇവൻ വീണ്ടും അവളെ ഇട്ടു. സുധി ദേഷ്യത്തിൽ പറഞ്ഞു എഴുന്നേറ്റു. ജോൺ അർജുനെ തന്നെ നോക്കി. അർജുൻ മനസ്സിൽ എന്തോ തീരുമാനം എടുത്തിരുന്ന് ജോണിന് തോന്നി. അവളുടെ മനസ്സിൽ ഞാൻ എന്നോ കയറി പറ്റിയതാണ് സുധി. "പിന്നെ എന്താ നിന്റെ പ്ലാൻ?" "അവിടെ എനിക്ക് ഒറ്റക്ക് വേണം കുറച്ച് ദിവസം. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും." "ഡാ, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് പോയാൽ പോരെ? അപ്പോൾ അവളും ഒന്ന് ഓക്കെ ആവും." "അവളെ ഓക്കെ ആക്കാൻ എനിക്കറിയാം. നാളെ നമ്മൾ ഒരുമിച്ച് ചെന്നൈ പോകുന്നു." ഈ അർജുൻ എന്താണെന്ന് അവൾക്കും അറിയില്ല. അവൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. 2 വർഷത്തെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഉള്ളതല്ലേടാ. ജോണിനെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് അർജുൻ അകത്തേക്ക് പോയി. ജോണിൻ്റെ ചുണ്ടിൽ ഒരു ചിരി നിറഞ്ഞു. അത് കണ്ട് സുധി ജോണിനോട് ചോദിച്ചു, "എന്താടാ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം?" "അത് പിന്നെ നീ കുറച്ചുകൂടി വലുതാവട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം." ജോൺ പറഞ്ഞത് കേട്ട് സുധിയും ചിരിച്ചു. അപ്പോൾ ആണ് വീണു എന്തോ ചവച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. "എന്താടാ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയണ്ട, കണ്ടെത്തന്നെ അറിയാം. നീ വാ." ആ കൂട്ടുകാർക്ക് അവരുടെ പഴയ അജുവിനെ തിരിച്ചു കിട്ടാൻ പോകുന്ന സന്തോഷമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇനിയെന്നും ഗായത്രി ഉണ്ടാവട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചു. വാതിൽ മുട്ടുന്നത് കേട്ട് മാളു അലസതയോടെ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ അമ്പരന്നു.
കണ്ണുകൾ മീച്ചുകൊണ്ട് വീണ്ടും നോക്കി. സത്യമാണെന്ന് മനസ്സിലായതും മാളു തിരിഞ്ഞു നടന്ന് ബെഡിൽ പോയിരുന്നു. ഗായത്രിക്ക് അവളുടെ പിണക്കം മനസ്സിലായി. അവളുടെ പുറകിൽ പോയിരുന്നു കൊണ്ട് ഗായത്രി മാളുവിനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം തന്നെ മാളു ഗായത്രിയുടെ കൈകൾ തട്ടിമാറ്റി. എന്നോട് മിണ്ടില്ലേ നീ? നമ്മളെയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു അതിന്. എല്ലാം ഉപേക്ഷിച്ചു പോയതല്ലേ മാളു? നീയും പിന്നെ പറയാതെ. നിനക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെ ഒന്ന് കാണാൻ തോന്നിയോ? ഞാൻ നിനക്ക് ആരുമല്ലല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞതും മാളുവിനും സങ്കടം തോന്നി. മാളു ഗായത്രിയെ കെട്ടിപ്പിടിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഇത്രയും നാളിലെ വിശേഷങ്ങൾ പറഞ്ഞ് അവർ അവരുടെ ലോകത്തായിരുന്നു. അപ്പോഴാണ് മുറിയിലേക്ക് അർജുൻ വന്നത്. അർജുനെ കണ്ടതും ഗായത്രി വേഗം എഴുന്നേറ്റു. മാളു അർജുനെ പോയി കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സോറി ഏട്ടാ, ഞാൻ അപ്പോഴത്തെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. എന്നോട് പിണങ്ങല്ലേ. ഏട്ടൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്. ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അർജുൻ്റെ നോട്ടം തന്നിൽ ആണെന്ന് മനസ്സിലാക്കി ഗായത്രി വേഗം ജനലിൻ്റെ അടുത്ത് പോയി തിരിഞ്ഞു നിന്നു. ഏട്ടൻ അവളോട് എല്ലാം പറഞ്ഞു. ഇല്ല, പറയണം. അവൾ ആണെങ്കിൽ കേൾക്കാൻ നിന്ന് തരണ്ടേ? അവൾക്ക് ഏട്ടനെ വേണ്ട വെക്കാൻ പറ്റില്ല. അത്രയും സ്നേഹമാണ്. ഇപ്പോഴുള്ള പിണക്കം എല്ലാം മാറും. അവരുടെ സംസാരം ഒന്നും കേൾക്കാതെ ഗായത്രി മറ്റൊരു ലോകത്തായിരുന്നു. അവളുടെ മനസ്സിൽ ഗായത്രി ഓർത്തു നിൽക്കുമ്പോൾ ചുണ്ടിൽ പുഞ്ചിരി നിറയും. മാളുവിനോടൊപ്പമുള്ള ഓരോ ഓർമ്മകളും മനസ്സിലൂടെ കടന്നുപോയി. പെട്ടെന്നാണ് അർജുൻ അവളെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചത്. ഗായത്രി ഞെട്ടി തിരിഞ്ഞു നോക്കി. മുറിയിൽ മാളു ഇല്ലായിരുന്നു. ഗായത്രി പേടിച്ചു അവനിൽ നിന്നും പിടിവിട്ടു. ഇവിടെ വന്നപ്പോൾ എന്നെ മെയിൻറ്റ് ചെയ്യുന്നേയില്ലല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ. അതിനേക്കാൾ വലുതല്ല എനിക്ക് നിങ്ങൾ. ആഹാ, ഇവിടെ വന്നപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നല്ലോ. എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാം എന്നായിരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് വിശ്വാസമുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്നെ നിനക്ക് ഇപ്പോൾ കാണണം. നീ എൻ്റെതല്ലടിയായി അല്ലോ ഇപ്പോൾ. അർജുൻ അവളുടെ രണ്ടു കൈകളും പിടിച്ചു ചുമരിൽ ചേർത്ത് നിർത്തി. ഗായത്രി ആരെയോ വിളിക്കാൻ വേണ്ടി വാ തുറന്നതും അർജുൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. അവളുടെ എതിർപ്പ് കൂടുന്തോറും അവൻ കൂടുതൽ ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ജോൺ മുറിയിലേക്ക് അർജുനെ വിളിക്കാൻ വേണ്ടി വന്നത്. അർജുൻ്റെ ശബ്ദം കേട്ട് ഗായത്രിയിൽ നിന്നും അകന്നു നിന്നു. ഗായത്രിക്ക് ജോണിനെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവൾ വേഗം മുറി വിട്ട് പുറത്തേക്ക് പോയി. ഡാ, നീ അതിന് ബാക്കി വെക്കുമോ? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എല്ലാം നശിപ്പിച്ച്. അയ്യോ, ഞാൻ വന്നില്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ. ജോണും അർജുനും കൂടെ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നു. ഗായത്രി എവിടെ നിന്ന് കാണാത്തത് കൊണ്ട് അർജുൻ ചുറ്റും നോക്കി. അവൻ്റെ നോട്ടം കണ്ടു കാര്യം മനസ്സിലായി. വിനു പതിയെ ചെവിയിൽ പറഞ്ഞു. അവൾ അടുക്കളയിലാണ്. വിനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ ആരും കാണാതെ അടുക്കളയിലേക്ക് പോകാൻ നിന്നതും വാസുകി അവൻ്റെ അടുത്ത് വന്ന്, എന്താ അവിടെ പോയിരുന്നു ഭക്ഷണം കഴിക്ക്. അവിടെ പുറകിൽ ഇങ്ങനെ നടക്കാതെ. അതിന് ഞാൻ ഒന്നും പറയണ്ട, പോയി ഇരിക്കുക അവിടെ. അർജുൻ അടുക്കളയിലേക്ക് നോക്കുമ്പോഴുണ്ട് ഗായത്രിയും മാളുവും കൂടി ചിരിക്കുന്നു. അത് കണ്ട് അർജുന് ദേഷ്യം വന്നു. അർജുൻ ടേബിളിൽ ഇരുന്നു അവനെ നോക്കി. എല്ലാവരും ചിരിച്ചു. അർജുൻ ദേഷ്യത്തിൽ തന്നെ എല്ലാവരും നോക്കിയതും അവരുടെ ചിരി അങ്ങോട്ടോ പോയി. വൈകുന്നേരമായിട്ടും ഗായത്രി ഒന്ന് കാണുക പോലും അർജുന് കിട്ടിയില്ല. ഗായത്രി ആണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അവളുടെ മനസ്സിൽ അർജുനോടുള്ള ദേഷ്യം എല്ലാം മറന്നുപോയി. പഴയ ഗായത്രിയായി മാളുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. മാളവും അവളുടെ സങ്കടങ്ങൾ എല്ലാം മനസ്സിലാക്കി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അർജുൻ്റെ ഒരു കാര്യവും അവൾ ഗായത്രിയോട് പറഞ്ഞില്ല. സമയമാകുമ്പോൾ എല്ലാം പറഞ്ഞ് അവളുടെ തെറ്റിദ്ധാരങ്ങൾ മാറ്റണം എന്ന് കരുതി. രാത്രി കിടക്കാൻ നേരമായതും ഗായത്രിക്ക് കൂടുതൽ ടെൻഷൻ തോന്നി. വീണ്ടും അർജുൻ്റെ കൂടെ, അതും ആ മുറിയിൽ. അവളുടെ ഓർമ്മകൾ കീറി മുറിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര മറക്കാൻ ശ്രമിച്ചാലും മരിക്കാത്ത ഓർമ്മകൾ പോലെ അത് കുത്തി നോവിച്ചു. മാളുവിൻ്റെ മുറിയിൽ ആയിരുന്നു അത്രയും നേരം ഗായത്രി. കുളി കഴിഞ്ഞ് വന്ന് മാളുവിനോട് സംസാരിക്കുമ്പോൾ ആണ് അർജുനേട്ടൻ അങ്ങോട്ട് വന്നത്. എന്താ ഏട്ടാ? ഒന്നുമില്ല, വെറുതെ. അർജുൻ മാളുവിൻ്റെ അടുത്ത് വന്ന് കിടന്നു. എഴുന്നേറ്റ് പോകാൻ നിന്ന ഗായത്രിയുടെ മടിയിലേക്ക് അർജുൻ തലവെച്ചു. ഗായത്രി ദേഷ്യത്തിൽ അർജുനെ നോക്കി. മാളുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. അർജുൻ അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് അവളുടെ വയറോട് ചേർന്ന് കിടന്നു. മാളു ഇതെല്ലാം കണ്ടു ഊറി വന്ന് ചിരി കടിച്ചു പിടിച്ചിരുന്നു. മാളു, ഞാൻ ഇപ്പോൾ വരാം, അമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഗായത്രി അർജുന് വേഗം പോയി. അവളുടെ പെരുമാറ്റം കണ്ട് മാളുവിന് സങ്കടം തോന്നി. അവളുടെ പ്രാണൻ ആയിരുന്ന അർജുനെ ഒഴിവാക്കാൻ മാത്രം അവളുടെ മനസ്സിൽ അത്രയും ഉറപ്പ് അതിനോടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അർജുൻ മാളുവിനോട് ചേർന്ന് കിടന്നു. സാരമില്ല ഏട്ടാ, എല്ലാം മനസ്സിലാകുമ്പോൾ ഏട്ടനെ സ്നേഹിക്കും. അർജുൻ അലസമായി ഒന്ന് മൂളി. കുറച്ചു കഴിഞ്ഞ് ഗായത്രി വന്നു. ഒപ്പം വാസുകിയും ഉണ്ടായിരുന്നു. ഡാ, എഴുന്നേറ്റ് പോയേ, കുട്ടികൾക്ക് ഉറങ്ങണ്ടേ?
അർജുൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോഴാണ് വാസുകിയുടെ അടുത്ത ഡയലോഗ്. ഗായത്രി മാളുവിൻ്റെ കൂടെ അല്ലേ? അർജുൻ തിരിഞ്ഞു ഗായത്രിയെ നോക്കി. അവൾ അർജുനെ നോക്കി അതെ എന്ന് പറഞ്ഞു. അർജുന് നല്ല ദേഷ്യം വന്നു. അവൻ തിരിച്ചു വന്ന് വാസുകിയുടെ അടുത്ത് നിന്നു. അതെന്തിനാ അവളെ ഇവിടെ കിടക്കുന്നേ? അതൊന്നും നീ അറിയണ്ട. ഇനിയും ഞങ്ങൾക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ. ഈ 2 ദിവസം അവൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഇന്ന് രാത്രി അവൾ നിന്റെ കൂടെ കിടക്കില്ല, അത്രേ ഉള്ളൂ.